ആമേൻ ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞ്, യാക്കോബ് 3:2, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്, തന്റെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കാൻ അവന് കഴിയും. യാക്കോബ് 3:2. ഈ വചനത്തിന്റെ മുമ്പിൽ പെടച്ച് പകച്ചു നിൽക്കണം നാം എല്ലാവരും. നാം പ്രിയപ്പെട്ടവരോടും നമുക്ക് ഇഷ്ടമുള്ളവരുടെ മുമ്പിൽ പരിപൂർണ സംസാരമുള്ളവരാണ്, വാഗ്ധോരണയുള്ളവരാണ്, നല്ല മധുര സംഭാഷണം ശീലിക്കുന്നവരുമാണ്. പക്ഷെ നമ്മുടെ സംസാരത്തിന്റെ പോടും പോതും അഴുക്കും ദുഷ്ടതയും മറ്റു ചില സ്ഥലങ്ങളിലേക്ക് വരും. നമുക്ക് ഇഷ്ടമില്ലാത്ത ചില മനുഷ്യരെ വിവരിക്കുമ്പോൾ, അവരുടെ സമ്പർക്കത്തെ ഓർക്കുമ്പോൾ നമ്മുടെ നാവ് പിഴയ്ക്കും. സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണ്. ഇതൊരു ലോകൈക നിയമമാണ്. ഇത് പരിശോധിക്കാൻ ആരും മറ്റു സ്ഥലങ്ങളിൽ പോകണ്ട. അവനവന്റെ സംഭാഷണങ്ങളെ, സംസാരത്തെ ഒരു രാത്രിക്ക് തിരിച്ചൊന്ന് ഓർക്കുമ്പോൾ, റീകളക്ട് ചെയ്യുമ്പോൾ അറിയാം നമ്മുടെ സംസാരം എവിടൊക്കെ പാളി, എവിടൊക്കെ പകച്ചു, എവിടൊക്കെ പിടച്ചു, എവിടൊക്കെ വഴുതിപ്പോയി. സംസാരത്തിൽ തെറ്റുവരാതിരിക്കാൻ അക്ഷരങ്ങളെയും വാക്കുകളെയും കൃപയാൽ കഴുകി പഠിച്ചാൽ അത്ഭുതകരമായ ഉയർച്ച വരും. വാക്കുകൊണ്ട് വചനം കൊണ്ട് സൃഷ്ടിച്ച ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഒരുപാട് കഴിവും നന്മയും നമ്മുടെ ആത്മാവിലുണ്ട്. പക്ഷെ വാക്കിലൂടെ സകലരോടും നന്മ പറയാൻ നമുക്ക് കഴിയുന്ന ഒരു കാലം വന്നാൽ നമ്മുടെ ശരീരം ജ്വലിക്കാൻ തുടങ്ങും. ശരീരം എന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി എന്ന് കൂടെ ജീവിതം കത്താൻ തുടങ്ങും. ഒരുപാട് മേഖലകളിൽ നാവ് പിഴച്ചെന്നും, ഒരുപാട് മേഖലകളിൽ നാവിൽ നിന്ന് തിന്മ വന്നിട്ടുണ്ടെന്നും, നമ്മുടെ നാവ് തീയിട്ടിട്ടുണ്ടെന്നും ഓർത്ത് അനുതപിക്കാനും പരിതപിക്കാനും ഒന്ന് റീതിങ്ക് ചെയ്യാനും ഈ വർഷം കഴിയട്ടെ. ഒരു വാക്കെങ്കിൽ ഒരു വാക്കിനെ കഴുകി ഉപയോഗിച്ച്, ഒരു നോക്കെങ്കിൽ ഒരു നോക്കിനെ കഴുകി ഉപയോഗിച്ച് ഈ വർഷം ദൈവത്തിന്റെ കരുണ കൊണ്ട് നിറയാൻ കർത്താവ്, ഈ വർഷം കർത്താവിന്റെ കരുണ കൊണ്ട് നിറയാൻ കർത്താവ് ഇടവരുത്തട്ടെ. ആമേൻ ആമേൻ ആമേൻ.